ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയാം, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ചാനലിൽ ഡൊണാൾഡ് പറഞ്ഞ അങ്ങേരുടെ. സോ ഞാനും ഇടയ്ക്ക് കാണാറുള്ള നല്ല ഒരു ഗംഭീരമായ ചാനലാണത്. അങ്ങേര് ഇന്നലെ ചെയ്തൊരു വീഡിയോ ഒന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. അതിന് കാരണമുണ്ട്. കാരണം ഞാൻ രണ്ട് ദിവസം മുന്നേ അങ്ങേര് ഇത് ചെയ്യുന്നതിന് മുന്നേ എന്റെ എന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ എമ്പുരാന്ന് എഴുതിയ ആ ലെറ്ററിൽ രണ്ടും രണ്ട് ആൾക്കാരാന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ശേഷമാണ് ഞാൻ ഇന്നലെ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നത്. ഞാനത് പറയുമ്പോൾ പോലും ഞാൻ സ്പോട്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ലൂസിഫറിൽ സ്പോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അദ്ദേഹം ഈസ് റിയലി ഗുഡ് അറ്റ് വാട്ട് ഹീസ് ഡൂയിങ്. ലൈക്ക് ഞാനത് തീരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം പറഞ്ഞ ലൂസിഫറിലെ ഇൻട്രൊഡക്ഷൻ സീനിലുള്ള ആ സ്ക്രീനും ആ പേപ്പർ കട്ടിങ്ങും ഒക്കെ ഒരുപാട് ഞാൻ നോക്കിയതാണ് വേറെ പല ഡീകോഡിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിനോട് താങ്ക്സ്. കാരണം എനിക്ക് ഉണ്ടായ സംശയങ്ങളും കാര്യങ്ങളും കുറച്ചും കൂടി വാലിഡ് ആക്കുന്ന അത് തന്നെയാണ് സത്യം എന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. സോ അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എനിക്ക് അതിൽ അത്ഭുതം തോന്നുന്നത് വെച്ചാല് ഈ മുരളി ഗോപി പൃഥ്വിരാജ്, നമ്മളവർ ഇലുമിനാറ്റിന്നും അങ്ങനെ പലതും വിളിക്കുന്നുണ്ട് പൃഥ്വിരാജിനെ. എനിക്ക് സത്യത്തില് അങ്ങേര് അത് തന്നെയാണെന്നുള്ളതിന് ഭയങ്കര സംശയം ഇപ്പൊ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ആദ്യത്തെ കാരണം ഇത്ര ബുദ്ധിമാനായ ആൾക്കാരെ ഇങ്ങനത്തെ ഈ സീക്രട്ട് സൊസൈറ്റിയും സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുള്ളൂ. സോ അങ്ങനെ ആ സംഘടനയിലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ത്രൂ ദെയർ പ്രൊഡക്ട്സ്. സോ ഇപ്പൊ ആക്ടർ ആണെങ്കിൽ അവരുടെ സിനിമകളിൽ കൂടെ, സിംഗർ ആണെങ്കിൽ പാട്ടുകളിൽ കൂടെ, ഏത് മേഖലയിൽ നിൽക്കുന്നവരാണ്. ഞാനൊരു കോൺസ്പിറസി തിയറി പറയുന്നത് കേട്ടോ. ഇലുമിനാറ്റി സ്റ്റിൽ എക്സിസ്റ്റ് ഓർ നോട്ട്, ഇതൊക്കെ ഒരു കോൺസ്പിറസിയാണ്, ഗൂഢാലോചന സിദ്ധാന്തമാണ്, നമുക്ക് അറിയില്ല സത്യം എന്താണെന്ന്. എന്നാൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് രാജേട്ടൻ ആ ഒരു ഗ്രൂപ്പിലേക്ക്. കാരണം അത്ര ബുദ്ധിമാനായ ബ്രില്യന്റ് ആയ ആള്. അത് ഈ ഒരു സംഘടനയിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റിൽ കൂടെ അവർ മാക്സിമം ഈ ഒരു സംഘടനയെ പ്രൊമോട്ട് ചെയ്യാം. ദാറ്റ്സ് വാട്ട് ഹീസ് എക്സാക്ട്ലി ഡൂയിങ് ഇൻ എംബുരാനിൽ, ലൂസിഫറിൽ അദ്ദേഹം ചെയ്യുന്ന അതാണ്. എസ്പെഷ്യലി എംബുരാനിലെ പല സൈഡും പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തിനാണ് ഇതിന്റെ ആവശ്യം. കുറച്ച് ഓവറായിട്ട് ഈ ഭയങ്കരമായിട്ട് ആ ഇലുമിനാറ്റി കൺസെപ്റ്റിനും അതിനൊക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. സോ ആ സത്യം പൃഥ്വിരാജിന് മാത്രമേ ഉള്ളൂ, നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെയാണ് സംഭവം. മാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഒളിപ്പിച്ചു വെക്കുന്നതിൽ കുറെയൊക്കെ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും കണ്ടുപിടിക്കാത്ത ഇനിയും പലതും ഉണ്ടെന്ന്. അതിൽ അല്പം അദ്ദേഹം വെച്ച ഒരു സംഭവമായിരിക്കും ഈ ഒരു ഡ്യുവൽ. അതായത് ഈ എബ്രാം ഖുറേഷി എന്നുള്ള ആൾക്കാർ രണ്ടുപേരാണോ എന്നുള്ള തോട്ട് അത് അധികം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ചെയ്ത എന്റെ വീഡിയോയ്ക്ക് പോലും അധികം വ്യൂസ് ഒന്നുമില്ല. കാരണം എനിക്ക് സംശയം ഉണ്ടാകാൻ മെയിൻ കാരണം എംബുരാൻ എന്നുള്ള ടൈറ്റിലെ റെഡിൽ വരുന്ന രണ്ട് എ ആയിരുന്നു. സോ അതെന്താണ് എന്നുള്ളത്, എ ഡോട്ട് എന്നുള്ള സംഭവം എന്താണെന്നുള്ളതും അതിന് സംശയം. പിന്നെ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അങ്ങനെ ചിന്തിക്കാനുള്ള. ചില പേര് പ്രൊണൗൺസ് ചെയ്യുന്നതിലും എബ്രാം ഖുറേഷി എന്ന് പറഞ്ഞാലും ഖുറേഷി എബ്രാം എന്ന് പറഞ്ഞാലൊക്കെയുള്ള ചില ഡൗട്ടുകളും ചില കാര്യങ്ങളും അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ അതിലെന്നാൽ അത് കുറച്ചും കൂടി ഉറപ്പിക്കുന്ന രീതിയിൽ അത് സത്യമായിരിക്കാൻ ഒരു 99% ചാൻസ് ഉള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞ ഡൊണാൾഡ് എന്ന് പറഞ്ഞ ആൾ എന്താ ചെയ്ത വീഡിയോയിലുള്ള കാര്യം. ലൂസിഫറിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ സ്ക്രീന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സ്ക്രീന് അതായത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഫ്രാൻസിലുള്ള ഒരു ഇന്റർപോൾ ഓഫീസറാണ്. അപ്പൊ അതില് ഖുറേഷി എബ്രാനെ സ്പോട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഒരു ഖുറേഷി എബ്രാം എന്നൊക്കെ എഴുതിയിട്ട് ഒരുപാട് പേപ്പർ കട്ടികൾ അദ്ദേഹത്തിന്റെ മുമ്പുള്ള മോണിറ്ററിൽ കാണാം. അതിലൊരു സൈഡിലുള്ള പേപ്പർ കട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ക്വസ്റ്റ്യൻ ദർ ആസ്കിങ്, ഇസ് ഇറ്റ് ഡ്യുവൽ ഓർ സോളോ. അതായത് ഖുറേഷി എബ്രാം എന്ന് പറഞ്ഞത് ഡ്യുവൽ ആണോ സോളോ ആണോ, ഒരാളാണോ രണ്ടു പേരോ ആണോ എന്നുള്ള സംശയവും. പിന്നെ താഴേക്ക് പോന്നാല് ഇത് രണ്ടു പേരാണ് എന്നുള്ള രീതിയിൽ വരുന്ന ചില കാര്യങ്ങൾ ലൂസിഫറിന്റെ ഫസ്റ്റ് പോർഷനിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവരുടെ ബ്രില്യൻസും ഇവരകത്ത് ഈ മുരളി ഗോപി പൃഥ്വിരാജിന്റെ, കാരണം എങ്ങനെയാണ് എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത്ര കാലം അത് കണ്ടില്ല. ലൂസിഫർ ഇറങ്ങി നമ്മൾ ഡീകോഡിങ് പറയുന്നത് കുറെ കാലമായി. നമ്മളിപ്പോ കാണുന്നത് എമ്പുരാൻ ഇറങ്ങാൻ പോകുന്നതിന്റെ തലേ ദിവസമാണ്. പെർഫെക്റ്റ് ഡേറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് പോലും. ഇവർ ഓരോ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കണം എന്നൊക്കെ അൺബിലീവബിൾ ആണ് കേട്ടോ. നമുക്ക് എന്താ പറയാ, ഇതൊക്കെ ചിലർക്ക് തോന്നുന്നു ഇതൊക്കെ എന്താണ് ഈ ഡീകോഡിങ് എന്താണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഒരു സ്പോയിലർ ആണോ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ടെക്നോളജി നമ്മളെ കാര്യങ്ങളൊക്കെ വളരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ വളരണം. അതിന്റെ കൂടെ വളർന്നിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആരെങ്കിലും ഇപ്പൊ കുറച്ച് വർഷങ്ങൾ പോലും നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും വീഡിയോ ഡീകോഡ് ചെയ്യാറുണ്ടോ? ഇങ്ങനത്തെ റിയാക്ഷൻ ചാനൽസ് ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ സിനിമ വരുന്നു, നമ്മൾ സിനിമ പോയി കാണുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മളൊരു ലൈക്ക് ഗോയിങ് വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ലോകം ഇങ്ങനെ ആ ദിശയിലേക്ക് പോകുന്ന ദിശയിൽ നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഡീകോഡിങ്ങും അനലൈസിങ് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്രത്തോളം ടോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ പറയുന്നത് ഒരു സ്പോയിലർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ആസ്വാദനത്തെ അത് നശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നമ്മുടെ അസംഷനാണ്. നമ്മൾ പറയാതെ നമുക്കൊരു രസം, ഒരു ഹരം പോലെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതൊരു ഹരമാണ്, ഒരു രസമാണ്. അത് കാണുന്നവർക്കും ആ രീതിയിൽ എടുത്താൽ ഇത്
ഇപ്പം രണ്ടുപേരാണെങ്കിലും അതിൽ മമ്മൂക്കയാണെങ്കിലും അത് കമലഹാസനാണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും നമ്മൾക്ക് ആ കിട്ടാനുള്ള വാവ് ഫാക്ടർ തിയേറ്ററിൽ കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാം, ഇത് വലിയൊരു മെഗാ സിൻഡിക്കേറ്റ്, ഒരു ഇൻഫേമസ് നെക്സസ്, ഇതൊരു വലിയ നെക്സസ് ആണ്. അപ്പം അതില് ഒരാൾ മാത്രമാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. മേ ബി ഇത് രണ്ടുപേരാകാം. അപ്പോഴും പൃഥ്വിരാജും പറയുന്ന കാര്യം, മുരളിഗോപി പറയുന്ന കാര്യമാണ്, ഇതൊരു 3 പാർട്ട് സീരീസ് ആയിട്ട് അവര് കൺസീവ് ചെയ്ത സംഭവമാണ് 2016 പോയി. സോ അവരിത് കൺസീവ് ചെയ്ത ആ ടൈം മുതൽ ഇത് ഒരു ഫുൾ സ്റ്റോറി എന്താണെന്ന് അവർക്ക് അറിയാം. ഇത് ലൂസിഫർ കഴിഞ്ഞ ഏഡ് ഓൺ ചെയ്ത് വന്ന കാര്യമൊന്നുമല്ല. അപ്പൊ മേ ബി ഇതിലൊരു ഈ ഖുറേഷി എബ്രാം എന്ന് പറഞ്ഞതിൽ അതായത് എബ്രാം ഖുറേഷി മേ ബി വേറൊരു എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നെയിമോ അല്ലെങ്കിൽ സമ്മൺ, അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ ആ ഖുറേഷി എബ്രാമിനെ പോലെ അത്ര തുല്യതയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗാങ് ലീഡ് കൂടി ഇവർക്ക് ഉണ്ട് എന്നുള്ള ലെവലിലായിരിക്കും ഇത് സിനിമ വരാൻ പോകുന്നത് ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ പോലും മേ ബി നമ്മളെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം കാണാൻ പോകുന്നത് ലാലേട്ടനായിരിക്കും. ഒരു ടൈലന്റില് 3-ാം ഭാഗത്തിലേക്കുള്ള ലിങ്ക് വെച്ചുകൊണ്ട് രണ്ടാമത്തെ ഖുറേഷിനെ, ഇഫ് ഇറ്റ്സ് ഡ്യോ, ഒരു ഡ്യോ ആണെങ്കിൽ രണ്ടാമത്തെ ആളെ റിവീൽ ചെയ്തിട്ട് 3-ാം ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ കാണിക്കുന്ന രീതിയിലായിരിക്കാം മേ ബി. പക്ഷെ പൃഥ്വിരാജ് ഞാൻ ചെയ്യുന്നതിൽ പലതും അവർ കണ്ടുപിടിക്കുന്നുണ്ട്, എന്നാൽ പോലും ചിലത് കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വന്ന വേറൊരു പോസ്റ്റർ, കുറച്ച് ദിവസം ഒരു പോസ്റ്റർ വന്നിരുന്നു. ഞാനത് അന്ന് തന്നെ വീഡിയോ ചെയ്തതാണ്. ഇത് ലാലേട്ടന്റെ കൈകളല്ല, പിടിച്ചു നിൽക്കുന്ന ഖുറേഷി എബ്രാമിന്റെ ഗ്യാങ്ങിലെ ഗണ്ണാണ്. പക്ഷേ ഇത് ലാലേട്ടന്റെ കൈകളല്ല. പിന്നെ ഗണ്ണ് പിടിച്ചത് ലെഫ്റ്റ് ഹാൻഡിലാണ്, ആ റിംഗ് ലെഫ്റ്റ് ഹാൻഡിലാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ആരും അതിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്തില്ല. അതാണ് ബേബിയെ പൃഥ്വിരാജ് ആ പോസ്റ്റർ ഇറക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും, ഓക്കെ ഇതും വളരെ നോട്ട് ചെയ്യുന്നു, പക്ഷെ അതിനെക്കുറിച്ച് അധികം ആൾക്കാർ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. സോ ആ ഫോട്ടോ കൂടി നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ ഇത് ഒരാളല്ല, രണ്ടുപേര്. ഈ ഖുറേഷി എബ്രാം ഗ്യാങ്ങിൽ 2 പേരുണ്ട്. അതായത് എബ്രാം ഖുറേഷിനെ പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യം പവർഫുൾ ആയ ഒരാൾ കൂടി ഉണ്ട് ഈ ഗ്യാങ്ങിൽ നിന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നതും. അതൊരു 99% ഉറപ്പാണ് നമുക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇന്നും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നാളെ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സ്കോപ്പ് ഇല്ല. സോ ഇന്നും കൂടി നമുക്ക് ഈ ഡിസ്കഷൻ ഒക്കെ നടക്കുകയുള്ളൂ. സോ നമ്മൾ ചിന്തിച്ചിരുന്ന മൈൻഡ് ചെയ്ത കാര്യങ്ങൾ സത്യമാണെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹരം അതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം. അപ്പൊ കാണുന്ന നിങ്ങൾക്കും മേ ബി അതിലൊരു നിങ്ങൾക്കും ഒരു തോട്ട് പ്രോസസ് ഉണ്ടാവും, ഇത് എങ്ങനെയാണോ. കാരണം ലൂസിഫർ സിനിമയിൽ, കാരണം നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു കാര്യം സംശയം ഉണ്ടായിരുന്നു, അത് സാധൂകരിക്കുന്ന രീതിയിൽ ലൂസിഫർ സിനിമയിൽ പോലും അതിന്റെ ഒരു ഹിന്റ്, അത് ഭയങ്കര ബ്രില്യൻ്റ്. അതിൽ ഡൊണാൾഡിനെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം അത് എങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മളെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു, ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതാണ്, പക്ഷെ അത് നമ്മൾക്ക് വാലിഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ്, ഇത്തരത്തിലുള്ള പോയിന്റ് എനിക്ക് കിട്ടില്ല. സോ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ഇങ്ങനെ ഇവർ ഡ്യുവൽ ആണോ അല്ലെങ്കിൽ ഒരാളാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ചാൻസസ് കൂടുതലാണ് ഇവർ രണ്ടുപേരാകാനുള്ള. അപ്പൊ നമ്മൾ ഓൾറെഡി രണ്ടാമൻ ആരാന്നുള്ള ആക്ടറിനെ പറ്റി നമ്മൾ മുന്നേ വീഡിയോ ചെയ്തതാണ്. മമ്മൂക്കയോ രജനീകാന്തോ കമലഹാസനോ, ആര് വന്നാലും ഒരു വേറെ സംഭവം തന്നെയാണത്. 3-ാം ഭാഗത്തിലേക്ക് മേ ബി അവരുടെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ പീസും കാര്യങ്ങളും നമുക്ക് കാണാൻ പോകുന്നത് മേ ബി അങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ ട്രെയിലറിൽ പോലും ഒരു ഷോട്ട് ഉണ്ട് എന്നാണ്, അതായത് ട്രെയിലറിൽ ഒരു കോട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് ഈ രണ്ടാമത് ഖുറേഷി ആണെന്ന് നിങ്ങൾക്ക് മേ ബി ശ്രദ്ധിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഫേസ് കാണിച്ചിട്ടില്ല, ഇങ്ങനെ കോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റുന്ന ഒരു സീനാണ് കാണിച്ചത്. സോ നമുക്കറിയില്ല, പൃഥ്വിരാജ് ആണ്, ഭയങ്കര ബ്രില്യൻ്റ് ആയ ഡയറക്ടറാണ്, ബ്രില്യൻ്റ് ആയ മനുഷ്യനാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ നമ്മൾക്ക് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇട്ട് തരുന്നതും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും അറിയാം ഇത് മേ ബി കണ്ടുപിടിക്കുന്ന അദ്ദേഹം തീരുമാനിക്കുമല്ലോ. സോ ഇതൊന്നും നമ്മൾ കണ്ടുപിടിക്കുന്നതോ പോലറായി മാറുന്നല്ല അദ്ദേഹം ചിന്തിക്കുന്നത്, ഇതൊരു ഡിസ്കഷനായി മാറാണ്. നമ്മളിതൊരു ഇപ്പൊ സിനിമ ഇറങ്ങുന്നതിന് തലേന്ന് പോലും ഭയങ്കര ഡിസ്കഷൻ ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. നമുക്കറിയാം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ, എനിക്ക് ഇന്ത്യയിൽ തന്നെ, സൗത്ത് ഇന്ത്യയിൽ പോലും ഉള്ള ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോസ്, ഫസ്റ്റ് ഡേ പ്രീ റിലീസ് ആയിട്ട് പോകുന്നത് 64 കോടി. ഇന്നലെ പൃഥ്വിരാജ് ഡൽഹിയിൽ പോയപ്പോൾ പ്രസ് റിലീസ് പറഞ്ഞത് ഇപ്പൊ 64 കോടി ആയിരുന്നതാണ്. നമ്മളൊരു വലിയ മലയാള സിനിമയ്ക്ക് ലൈഫ് ടൈം ആയിട്ട് കിട്ടുന്ന കളക്ഷൻ ആണ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നേടിയത്. സോ നമ്മളൊക്കെ സ്വപ്നം കണ്ട പോലെ നമ്മളെ മലയാള സിനിമയത്തെ ബാഹുബലി, KGF, ഞാൻ പറയുന്നു ഈ സിനിമ കണ്ട് നാളെ ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ മിക്കവാറും ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇത് ബാഹുബലിക്കും KGF-നും മുകളിലുള്ള സിനിമയാണ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമ, ഏറ്റവും വലിയ സിനിമയാണെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പ്രിപ്പയർ ചെയ്യാണ്. അപ്പം നാളെ എന്ന് പറയാനില്ല, നാളെ രാവിലെ 4:30, ഞാൻ ഇനി UAE ആയതുകൊണ്ട് ഇവിടെ 4:30-ക്കാണ് ഷോ. ഞാൻ എന്റെ ലൈഫിൽ UAE വന്നേരം ആദ്യമായിട്ടാണ്, കാരണം UAE വന്നേരം വൈഫിന്റെ കൂടെ മാത്രമാണ് സിനിമ കാണാൻ പോകുക, ഒറ്റയ്ക്കാണ് പോയി കാണാനുള്ള ചാൻസ് ഒന്നും കിട്ടാറില്ല. പക്ഷെ ഇത് ഞാന് രാവിലെ 4:30-ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വൈഫിന്റെ കൂടെ കാണാൻ വേണ്ടി നെക്സ്റ്റ് ഡേ ഒരു IMAX തിയേറ്ററിലും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് നാളെ 4:30-ക്ക് ആദ്യമായിട്ട് UAE-ലുള്ള ഒരു തിയേറ്ററിൽ 4:30-ക്ക് പോയി കാണാം. ഇവിടെയും ഭയങ്കരമായിട്ടുള്ള ബുക്കിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്ത, ഒരു സിനിമയ്ക്ക് ഇന്നേ വരെ കിട്ടാത്ത തരത്തിലാണ് ഇവിടുത്തെ സ്ക്രീൻസും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പം വെയിറ്റ് ചെയ്യാണ് ഈ സിനിമ കണ്ടിട്ട് ഒരു റിവ്യൂ ചെയ്യാൻ. സോ നാളെ എത്രയും സിനിമ കണ്ട് എത്രയും പെട്ടെന്ന് റിവ്യൂ
ഇടാൻ ട്രൈ ചെയ്യുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.